മക്കളെ, ജെറൂസലേമിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. മേശയ്ക്ക് ചുറ്റുമിരുന്ന്, വാഹനത്തിലിരുന്ന്, പ്രാർത്ഥനാമുറിയിലിരുന്നു കൊണ്ട് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന സർവരിലേക്കും മാതാവ് ഇപ്പോൾ കടന്നു വരികയാണ്. ഇന്ന് നമുക്ക് തരുന്ന വചന സന്ദേശം സുഭാഷിത പുസ്തകം 4:6. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. മകളെ, മാതാവ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത പുഷ്പങ്ങളിൽ 6-ാമത്തേതാണ് ജ്ഞാനം. അറിവ് സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ ജ്ഞാനം സൃഷ്ടാവിൽ നിന്നാണ് ലഭിക്കുന്നത്. വ്യത്യാസം കണ്ടോ? സൃഷ്ടിയെ അറിയുന്നത് അത് ഒരു അറിവാണ്. സൃഷ്ടാവിനെ അറിയുന്നത് ജ്ഞാനത്തിലൂടെയാണ്. മാതാവ് ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ ലോകത്തിൽ എത്ര ബിരുദമുണ്ടായാലും, എത്ര സമ്പത്തുണ്ടായാലും, എത്ര സൗന്ദര്യമുണ്ടായാലും, എത്ര മഹിമയുണ്ടായാലും ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമില്ല, വെറും 0, 0. ജ്ഞാനം നമ്മെ കാത്തു സൂക്ഷിക്കും, സ്നേഹിച്ച് സംരക്ഷിക്കും. ജ്ഞാനം മങ്ങിപ്പോകാതെ സൂക്ഷിക്കണമെന്നാണ് വചനത്തിലൂടെ നാം അറിയുന്നത്. ശ്രദ്ധിക്കണേ, ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി തീർക്കുവാൻ ജ്ഞാനത്തിന് സാധിക്കും. ജ്ഞാനം ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. ജ്ഞാനമുള്ളൊരു കുഞ്ഞ് വീട്ടിലുണ്ടായാൽ ആ കുടുംബം ഒരു സ്വർഗമാണ്. ജ്ഞാനമുള്ളൊരു ഭാര്യ വീട്ടിലുണ്ടായാൽ ആ ദാമ്പത്തികം ആനന്ദമയമാണ്. ജ്ഞാനം നിറഞ്ഞ മാതാപിതാക്കൾ വീട്ടിലുണ്ടായാൽ ആത്മീയമായ വളർച്ച പെട്ടെന്ന് മക്കളിലേക്ക് പകരാൻ സാധിക്കും. ജ്ഞാനത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ജ്ഞാനത്തോടെ ഒന്ന് പഠിക്കാൻ, അതിന് ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം. ജ്ഞാനം സ്വന്തമാക്കി തീർത്താൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകും. ജ്ഞാനമുള്ളൊരു വ്യക്തി വീട്ടിൽ വന്നാൽ ആ കുടുംബത്തിൻ്റെ തലവര മാറും. ജ്ഞാനമുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിൽ വന്നാൽ അതിശയമായ പുരോഗതിയും വളർച്ചയും ഉണ്ടാകും. നമുക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറണ്ടേ? മാതാവിൻ്റെ 6-ാമത്തെ ഈ സുഹൃത പുഷ്പത്തിൻ്റെ സുഗന്ധക്കാറ്റ് നിന്റെ ഹൃദയത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളിൽ പടർന്ന് വീശട്ടെ, പ്രസരിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ പരിശുദ്ധമ്മ ജ്ഞാനത്തിൻ്റെ പാത്രവുമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാപ്പൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.